സജീവൻ ചേട്ടാ, ഇവിടെ അവർ പറയുന്നു, അതിജീവിത പറയുകയാണ്, ഈ കേസിലെ നടപടികൾ ഓപ്പൺ കോടതിയിൽ പൊതുജനങ്ങൾക്കും നമുക്കറിയാത്ത കാര്യമൊന്നുമില്ല, നേരത്തെ നമ്മൾ കേട്ടതാണ്, നേരത്തെ നമ്മൾ അറിഞ്ഞതാണ്, ഇത് അവരുടെ വായിൽ നിന്ന് നേർക്ക് കേൾക്കുന്ന ആദ്യമായിട്ടാണെന്നുള്ളതേ ഉള്ളൂ. ഈ കേസിലെ നടപടികൾ ഓപ്പൺ കോടതിയിൽ പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ നടത്തണമെന്ന് ഞാൻ ഈ കോടതിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ആ അപേക്ഷയും തീർത്തും നിഷേധിക്കപ്പെടുകയായിരുന്നു. സാധാരണഗതിയിൽ ആവശ്യം ഉന്നയിക്കുന്ന ആരാണ്? സാധാരണഗതിയിൽ ക്ലോസ്ഡ് ഇൻ ക്യാമറ പ്രൊസീഡിങ്സും ഇത് ഓപ്പൺ കോടതിയിലേക്ക് പോകരുത് എന്നാഗ്രഹിക്കുന്നത് ഇത്തരം കേസുകളിൽ അതിജീവിതമാരാണ്. അതിന് കാരണം എന്താണ്? അതിന് കാരണം അതുമായി ബന്ധപ്പെട്ട ഈ പേഴ്സണൽ കാര്യങ്ങൾ പുറത്തേക്കാവുന്നതിലുള്ള ആശങ്ക കൊണ്ടാണ് അതിജീവിതമാർക്ക് ആവശ്യം ഉണ്ടാവുക. ഈ അതിജീവിതം അത് അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൈവസി, എൻ്റെ പരമമായ പ്രൈവസി അവിടെ നിൽക്കുമ്പോഴും നാട്ടുകാരത് കേട്ടോട്ടെ. അതിന് കാരണം എന്താണ്? നീതിയുക്തമായ വിചാരണ കോടതിയിൽ നടക്കുന്നില്ല എന്ന് നാട്ടുകാർക്ക് മനസ്സിലാവട്ടെ എന്ന് പറഞ്ഞാൽ കോടതിക്കത് കേൾക്കാൻ മടിയെന്തിനാണ് ശ്രീ സജീവ് നന്ദിയാട്ട്? നമുക്ക് കോടതിയോട് ബഹുമാനമാണ്, ജഡ്ജിയോട് അതിൽ പരം ആദരവാണ്. പക്ഷേ കോടതി ഏറ്റവും മിനിമം ന്യായയുക്തമായ ആവശ്യം ഉന്നയിച്ചാൽ എന്തിനാണ് അതിൽ മടി? സജി, യെസ്, ആഷ്മിയുടെ ആദ്യത്തെ ചോദ്യമാണ്. ഞാൻ അതിലേക്ക് വരാം. ആഷ്മി, മിനിഞ്ഞാന്ന് വൈകിട്ട് കോടതിയിൽ നിന്നും കംപ്ലീറ്റ് ജഡ്ജ്മെന്റ് പുറത്തു പോയി അല്ലേ? ആഷ്മിയുടെ കയ്യിലുണ്ടോ? അത് ഉണ്ടോ? പറഞ്ഞോ. ആഷ്മിയുടെ കയ്യിലുണ്ടോ ജഡ്ജ്മെന്റ്? അപ്പം എൻ്റെ കയ്യിലുണ്ട് ജഡ്ജ്മെന്റ്. ഇതാണ്ട, ജനം കാണട്ടെ. ഇതാണ് ജഡ്ജ്മെന്റ്. ഇതുണ്ടോ? ഇതുണ്ടോ? 6500 രൂപ മുടക്കി ഞാൻ ജഡ്ജ്മെന്റ് എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ തല കുനിഞ്ഞു പോവുക. കാരണം ഈ ജഡ്ജ്മെന്റിൽ നമ്മളെല്ലാം ഉദ്ദേശിക്കുന്നത്, നിങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നതും ദിലീപിന് ശിക്ഷ കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആഷ്മി ദിലീപിന്റെ ഭാഗത്ത് വായിച്ചിട്ട് ആഷ്മിക്ക് എന്ത് മനസ്സിലായി? അല്ല, മുഴുവൻ വായിക്കാൻ പറ്റില്ല. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാൻ നിർത്തി. കാരണം ഒന്നും അറിയോ, എനിക്ക് ആ ക്രൈം ഭാഗം വായിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല സജി. ആ ക്രൈം ഭാഗം വായിച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അതല്ലല്ല ദിലീപിന്റെ ആ ക്രൈം ഭാഗം വായിച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഞാൻ അവിടെ കുടുങ്ങി. ഞാൻ അവിടെ കുടുങ്ങി. എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം, താങ്കൾ ഈ കയ്യിൽ വെച്ചിരിക്കുന്ന ഈ പറഞ്ഞ വലിയ എന്താണ് വിചാരണ കോടതി ഉത്തരവിന്റെ 6000 രൂപ മുടക്കിയ കേസ് കേട്ടുണ്ടല്ലോ, ആ കേസ് കെട്ട് ഇറക്കിയ കോടതിയിൽ ഈ വിചാരണ പൊതുസമക്ഷത്തിലാക്കണം എന്നൊരു അതിജീവിത ആവശ്യപ്പെടുകയാണ്. പ്രതിയല്ല, ആ കേസിലെ അതിജീവിത ആവശ്യപ്പെടുകയാണ്. അത് തികച്ചും ന്യായയുക്തമായ ആവശ്യമല്ലേ? അത് കേൾക്കാൻ ഈ കോടതിക്ക് മടി എന്തിനായിരുന്നു ശ്രീ സജി? എനിക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് ഞാൻ അക്കാഡമിക്കലി ചോദിക്കുകയാണ്. അത് കേൾക്കാൻ ഈ കോടതിക്ക് മടി എന്തിനായിരുന്നു? മാധ്യമ വിചാരണ കറക്റ്റാക്കി നടത്തണം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അതിന് ഉത്തരം പറയാവോ? ആദ്യത്തെ ചോദ്യമാണ്. 8.5 വർഷം അന്വേഷണം നടത്തിയിട്ട് ഇത് ഒരു മേഡമാണെന്ന് സുനി പറഞ്ഞില്ലേ? ആരാണ് മേഡം എന്ന് ഇവരെല്ലാം കൂടെ ചോദിക്കുക. ആരാണ് മേഡം? എന്താ ചോദിക്കാത്തെ? നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ല. എന്റെ ചോദ്യം, നമ്മുടെ ബേസിക് ചോദ്യം ഉത്തരവല്ല. നീതി ലഭിക്കുന്നത് അല്ല സജി, എന്താ നമ്മുടെ ബേസിക് ചോദ്യം ഇപ്പൊ ഈ അതിജീവിത ഒരു കേസിലെ പരാതിക്കാരി പോലെയല്ല, സാധാരണ കേസിലെ പരാതിക്കാരി പോലെയല്ല ഈ കേസിലെ പരാതിക്കാരി. സാധാരണ കേസിലെ പരാതിക്കാരി പോലെയല്ല ഈ കേസിലെ പരാതിക്കാരി. ഇത് ക്രൂരമായ ഒരു ബലാത്സംഗ കേസിലെ അതിജീവിതയാണ്. അതിജീവിത നീതി കിട്ടിയില്ല എന്ന് പറയുന്നതിന്റെ 1, 2, 3, 4 കാരണങ്ങൾ പറയാതെ മുന്നോട്ട് പോകാൻ പറ്റുമോ? നമുക്കൊരു കുറ്റമുക്തനാക്കിയ പ്രതിയോട് പറയാൻ പറ്റുമോ? സമൂഹത്തോട് പറയാം. അല്ല, പ്രതിക്ക് വേണ്ടിയിട്ടാ പറയരുത്, വാദിക്ക് വേണ്ടിയല്ല. നമ്മൾ നിൽക്കുന്ന അതിജീവിതയോടൊപ്പമാണ്. ആ അതിജീവിതയ്ക്ക് എവിടെയാണ് നീതി നിഷേധിക്കപ്പെട്ടത് അതേക്കുറിച്ച് ചർച്ച ചെയ്യണം. ആ അതിജീവിതയോടൊപ്പമാണ് നമ്മൾ. അതിന് കാരണം എന്താ? ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമെന്ന് ഇവർക്ക് ആർക്കും ആഗ്രഹം ഇല്ല. ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം ആവശ്യപ്പെടണം, മേഡം ആര്? ഹൂ ഈസ് ദിസ് മേഡം? അതിനെക്കുറിച്ച് അന്വേഷണം പോകാൻ ഞാൻ എന്താണ് പോലീസിനോട് ചോദിക്കണം. എന്നോട് ചോദിച്ചിട്ടും ഇവിടെ ഇരുന്ന് നമ്മൾ സഹതപിച്ചിട്ട് കാര്യമില്ല. കോടതിയോടല്ല ചോദിക്കേണ്ടത്. ഗവൺമെന്റ് ഫ്രീ ഹാൻഡ് കൊടുത്തു. അന്വേഷിക്കാൻ പറഞ്ഞു. കള്ളക്കഥ ഇപ്പോഴും പ്രചരിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ആ വിധിയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. ആദ്യഘട്ടത്തിൽ നമുക്ക് അതിജീവിതയ്ക്കൊപ്പം നിൽക്കും. താങ്കൾ പറഞ്ഞു നമ്മൾ ആദ്യഘട്ടത്തിൽ അതിജീവിതയ്ക്കൊപ്പം നിൽക്കണം. അതിജീവിയുടെ ആശങ്കകൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ശരി, ആ വിശദമായ വിധിയിലേക്ക് നമ്മൾ വരും സജി. ശരി, നമുക്ക് ആ വിശദമായ വിധിയിലേക്ക് നമുക്ക് വരാം. ഉറപ്പായി നമുക്ക് ആ വിശദമായ വിധിയിലേക്ക് നമ്മൾ വരും. ശരി, അതെന്താണ്? നിങ്ങൾ ഇപ്പോഴും ആകാശത്തിന്റെ കഥ പറയുന്നു. നമ്മളല്ല, പെൺകുട്ടിക്ക് നീതി ലഭിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, നീതി ലഭിക്കുന്നത് എപ്പോഴാണ്? യഥാർത്ഥ പ്രതിയെ ശിക്ഷിച്ചിട്ടില്ല. ഈ ഗൂഢാലോചന ഉണ്ടാക്കിയാൽ വെളിയിലാണ്. അവരെ പിടിക്കാൻ ആരാണ് മേഡം? അതിലേക്ക് അന്വേഷണം പോകാത്തത് ആരുടെ കുഴപ്പം? ദിലീപാണോ ഇത് അന്വേഷിക്കേണ്ടത്?
കോടതിയാണ് അന്വേഷിക്കേണ്ടത്. ദിലീപ് അവിടെ ഇവർ നിൽക്കട്ടെ, FIR ഇട്ട് അന്വേഷിച്ചാൽ എട്ടാം പ്രതി അവിടെ മതിയല്ലോ. നിൽക്കട്ടെ, വിചാരണ ഒന്നാം നിൽക്കട്ടെ. എന്റെ ഘട്ട ചോദ്യം അന്വേഷണം. അതായിരുന്നില്ല സജി. ഇതിൽ വളരെ ബേസിക്കായി അതിജീവിത പറയാണ്, ഇത് പൊതുസമൂഹം കാണേണ്ട വിചാരണയാണ്, ഇത് ഓപ്പൺ കോടതിയിൽ മാറ്റി. എന്താണ് ഇൻ ക്യാമറ എന്ന് പറഞ്ഞ ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? ഇത്തരം കേസുകളിൽ ഈ അതിജീവിതയുടെ പ്രൈവസി സംരക്ഷിക്കുക. ആ പ്രൈവസിക്ക് പ്രശ്നമല്ല, ആ പ്രൈവസിയേക്കാൾ വലിയ പ്രശ്നമാണ് ഇതിൽ നടക്കുന്ന അട്ടിമറി. അതുകൊണ്ട് ഇത് പൊതുസമൂഹം കാണണം എന്ന് പറഞ്ഞ് അതിജീവിത പറയുന്ന വളരെ ബേസിക് ആവശ്യം അംഗീകരിക്കാൻ ഒരു കോടതിക്ക് മടിയുണ്ടാവേണ്ട കാര്യം എന്താ സജി? ഞാൻ അക്കാഡമിക്കലി ചോദിക്കുകയാണ്, ഞാൻ വിമർശനത്തെ ചോദിക്കുന്നതല്ല. അല്ല ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറയാം, എൻ്റെ പരിമിതമായ അറിവിൽ പറയാം. ഒരു പെൺകുട്ടിക്കുണ്ടായ കാര്യങ്ങൾ അവിടെ സംസാരിക്കുമ്പോൾ അത് ക്രോസ് വിസ്താരം നടത്തുമ്പോൾ ഓപ്പൺ കോർട്ടിൽ നിന്നും അവിടെ നിന്ന ആൾക്കാർ, വെളിയിൽ നിന്നുള്ള ആൾക്കാരോ കാര്യങ്ങളെ കണ്ടു കേട്ട് പോകുമ്പോൾ ആ പെൺകുട്ടിയുടെ പ്രൈവസി സംരക്ഷിക്കുവാൻ വേണ്ടി മാത്രമാണ്. അതിന് പെൺകുട്ടിയുടെ കൺസേൺ ആണല്ലോ പ്രധാനമായും. നിർദ്ദേശങ്ങളുണ്ട്. ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് അത് നിങ്ങൾ അതിനുള്ള ലീഗൽ പ്രൊസീഡിങ്സ് നടത്തി അതിനുള്ള ഉത്തരവ് വാങ്ങിക്കൊണ്ട് വരണം. ഇനി അഥവാ ഈ പറഞ്ഞ ജഡ്ജ് അതിനനുവദിച്ചാൽ അടുത്ത ജഡ്ജിക്ക് കുറ്റമായിട്ട് വരും. അയ്യോ ജഡ്ജി വേണ്ടേ എല്ലാവരും കേക്കെ ഞങ്ങളെ ഇത് ചെയ്തെന്ന് പറഞ്ഞുള്ള കുറ്റമായിട്ട് ജഡ്ജിയുടെ തന്നെ വരില്ലേ? അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ പ്രൊസീഡിങ്സ് ഉണ്ട്, അത് ചെയ്യണമായിരുന്നു. രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിക്കട്ടെ, വനിതാ ജഡ്ജി വന്നു, ആ ഭാഗത്ത് എവിടെയും വനിതാ ജഡ്ജി വേറെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഈ അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമെങ്കിൽ നമുക്ക് ആരാണ് ഈ പറഞ്ഞ കൊട്ടേഷൻ കൊടുത്തതിനെ നിങ്ങൾ ചർച്ച നടത്തണം. നിങ്ങൾ ജഡ്ജ്മെന്റ് ജനങ്ങളോട് പറയണം കേട്ടോ. നിങ്ങളിങ്ങനെ ആരെയും മഴയത്ത് നിർത്തരുത്, ആരെയും നിങ്ങൾ പുകമറയത്ത് നിർത്തരുത്. ഇവിടെ നമുക്ക് വേണ്ടത് ജഡ്ജ്മെന്റിലേക്ക് എത്താം. ശരി ശരി, നമുക്ക് ജഡ്ജ്മെന്റിലേക്ക് എത്താം. ഞാൻ TV മിനി പെട്ടെന്ന് ശരിയാവുന്നതാണ് കരുതുന്നത്. അവരിലേക്ക് ആദ്യ ചോദ്യമായി പോയില്ല എന്ന് തോന്നുന്നത്. ആദ്യം ആ ചോദ്യം റെഡി, ആദ്യം അവർ സംവിധാനം റെഡി ആവുന്നു. ഞാൻ ആദ്യം കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ഡൈവേർട്ട് ശരി ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ശരി മുഴുവൻ മാധ്യമങ്ങളും ഇത് ഫോക്കസ് മാറ്റുവാണ്. ശരി ശ്രീ പ്രശാന്ത് ബൈജുലേക്ക് മാധ്യമങ്ങളെ ആംഗേഷനെ ഞാൻ വെല്ലുവിളിക്കുന്നു. ശരി ശരി ചർച്ച ചെയ്യാവോ? ശരി ശരി, അല്ല അത് ചർച്ച ചെയ്യാം. അതിനും അതിജീവിതയുടെ കൺസേൺ നമുക്ക് ചർച്ച ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വിധിപ്രസവം വരാന്നേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.